ഇന്ന് നാഷണൽ സേഫ് മദർഹുഡ് ഡേ ആണല്ലോ. ഈ സേഫ് മദർഹുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ സേഫ് മദർഹുഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും ധരിക്കുന്നത് അത് സേഫ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസിയും ഡെലിവറിയും മാത്രമാണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. പ്രീനേറ്റൽ പീരീഡ്, അതായത് പ്രഗ്നൻസി നമ്മൾ തയ്യാറെടുക്കുന്ന സമയം, പ്രഗ്നൻസി പീരീഡ്, പോസ്റ്റ്നേറ്റൽ പീരീഡ്, ഈ 3 ഘട്ടങ്ങളിലും മാതൃത്വം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു സേഫ് പീരീഡ് കൊടുക്കാന്നുള്ളതാണ്. ഈ മദറിന്റെ സേഫ്റ്റി എന്താണ് ഇമ്പോർട്ടൻസ്? മദർ ഫോംസ് ദി ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദി സൊസൈറ്റി. ഈ സേഫ് ആയിട്ടുള്ള പ്രഗ്നൻസി ആകണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ആരോഗ്യത്തെ പറ്റി നമ്മൾ വളരെ മുന്നേ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങണം. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെയുള്ള പെൺകുട്ടികളുടെ ആരോഗ്യം, പല പല പ്രശ്നങ്ങളും നമ്മൾ പ്രഗ്നൻസി പീരീഡ് കൂടെ പോകുമ്പോഴേക്കും ഉണ്ടാവാം. മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ആയിരിക്കാം, ഫിസിക്കൽ പ്രോബ്ലംസ് ആയിരിക്കാം. അവർ മുതിർന്നു വരുമ്പോൾ പ്ലാൻഡ് ആയിട്ടുള്ള പ്രഗ്നൻസീസ് കൺസീവ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇപ്പൊ നമ്മുടെ രാജ്യത്തിൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറയുന്നുണ്ടെങ്കിലും ഒരുപാട് കേസസ് ഓഫ് സൂസൈഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവർക്കൊരു സേഫ് ആയിട്ടുള്ള എൻവയൺമെന്റ് വെയർ ഓൾ മദേഴ്സ് ഫീൽ സേഫ്. ഡെലിവറി കഴിഞ്ഞാലും കുഞ്ഞിനെ പോലെ തന്നെ നല്ല രീതിയിൽ അമ്മമാരുടെ ആരോഗ്യവും ശ്രദ്ധിക്കുക. യങ് ലേഡി, അത് കഴിഞ്ഞാൽ പിന്നെ എൽഡർലി ലേഡി, ഇവരെ എല്ലാവരുടെയും ഹെൽത്ത് റിസ്കിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും അവരെ നോക്കേണ്ടത് അത്യാവശ്യമാണ് ഫോർ പ്രൊട്ടക്ടിങ് ദി ഹെൽത്ത് ഓഫ് ദ സൊസൈറ്റി. മികച്ച സൗകര്യങ്ങളും അതുപോലെ തന്നെ സുരക്ഷിതമായ സ്ഥലത്ത് ഡെലിവറി പ്ലാൻ ചെയ്യുക. അത് കുഞ്ഞിന്റെ അമ്മയുടെ ആരോഗ്യത്തിന് അത് തന്നെയാണ് നല്ലത്.